രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ കൂടെ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, അങ്ങനെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കാര്യം, അത് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം കളിയാക്കി ഒക്കെ തന്നെ ചോദിക്കുന്ന കാര്യമായിരുന്നു. സ്വരാജ് ഉണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ട് പാർട്ടി ഇങ്ങനെ നാട് മുഴുവൻ തേടി നടക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ. അങ്ങനെ ഒടുവിൽ സ്വരാജിൻ്റെ പേരിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വരാജിനെ അങ്ങനെ പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും സ്വരാജിലൂടെ ഈ മത്സരം മുന്നോട്ട് പോകുക? അൻവർ ഇനിയും എന്തൊക്കെയായിരിക്കും ചെയ്യുക? അതായത് ഒടുവിൽ അനിശ്ചിതത്വങ്ങൾക്കും അതുപോലെ തന്നെ അഭ്യൂഹങ്ങൾക്കും ഒക്കെ വിരാമമിട്ട് പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിക്ക് നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഇടതുമുന്നണിയും CPM-ഉം നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നു. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് നിലമ്പൂർ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതായത് ഒരു സംശയമില്ല, സ്വരാജ് വളരെ CPM-ന് കണ്ടെത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് ചുമതല അദ്ദേഹത്തിനെയാണ് ഏൽപ്പിച്ചത്. അദ്ദേഹമാണ് ഈ കുറെ ദിവസങ്ങളായിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. ഒരു ഘട്ടത്തിൽ സ്വരാജ് ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വാർത്തകൾ ധാരാളം വന്നു. പക്ഷെ പിന്നീട് സ്വരാജ് അല്ല സ്ഥാനാർത്ഥി, സ്വതന്ത്രരെ തേടുന്നു. സർവ്വസ്വീകാര്യരായ സ്വതന്ത്രരെ മലപ്പുറം ജില്ലയിൽ പലപ്പോഴും ചെയ്തിട്ടുള്ള പോലെ ഒരു സ്വീകാര്യനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പേറ്റോടുവിൽ ഡോക്ടർ ഷിനാസിന്റെ പേര് വന്നു. അതിനു മുമ്പ് തോമസ് മാത്യുവിന്റെ പേര്, ഫുട്ബോൾ താരം ഷറഫ് അലിയുടെ പേര്, ഇങ്ങനെ പല പേരുകൾ പരിഗണിച്ചെങ്കിലും അതുപോലെ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ പേര് വന്നെങ്കിലും ഒടുവിൽ പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നു സ്വരാജ് ആണ് സ്ഥാനാർത്ഥിയെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും വളരെ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ അരങ്ങായിട്ട് നിലമ്പൂർ മാറുകയാണ്. ഇനിയിപ്പോ ഇരു മുന്നണികൾക്കും മറ്റൊന്നും പറയാനല്ല, തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടമാണ്. രാഷ്ട്രീയം തന്നെ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കേണ്ടി വരും. അതായത് ഇടതുമുന്നണിക്കും UDF-നും ഒരുപോലെ അവരുടെ ഭരണത്തിനെതിരായ വിധിയെഴുത്ത് എന്ന് UDF-ന് പറയാം. അതുപോലെ തന്നെ ഭരണത്തിന്റെ അംഗീകാരമാണ് ഇതെന്ന് LDF-നും പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും വളരെ നല്ല മികച്ച ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയായി മാറിയിരിക്കുന്നു. സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ, അനിൽകുമാർ പറഞ്ഞതുപോലെ തന്നെ സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയുടെ മികവിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചൊന്നും ആർക്കും തർക്കമില്ല. നിർഭയം നിലപാടുകൾ തുറന്നു പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് സ്വരാജ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാർട്ടിയിൽ വളരെ സ്വീകാര്യനായ ചെറുപ്പക്കാരുടെ നിരയിൽ LDF-ലെ ഏറ്റവും നല്ല വ്യക്തിത്വമാണ്. ഇതിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ആർക്കാണ് എഡ്ജ്? LDF-നാണോ UDF-നാണോ? ഭരണത്തിന്റെ സ്വീകാര്യതയാണോ ഭരണത്തിന്റെ വിരുദ്ധതയാണോ? ഏതിന് അനുകൂലമായിട്ടാണ് നിലമ്പൂർ വിധി എഴുതുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രസക്തമായ ചോദ്യം. സ്ഥാനാർത്ഥികൾ തെളിഞ്ഞു കഴിഞ്ഞു. ഇനി BJP-യുടെ സ്ഥാനാർത്ഥി കൂടി വരുമോ അതോ BDJS-ന്റെ സ്ഥാനാർത്ഥിയാണോ വരിക? അത് മാത്രമേ ഇനി നമുക്ക് കാത്തിരിക്കാനുള്ളൂ. ബാക്കി തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു അനായാസ വിജയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് സ്ഥാനാർത്ഥിയാകുന്നതോടെ UDF-ന് അനുകൂല ഘടകമുണ്ടെന്ന് പറയുന്ന ആ ചിത്രമൊക്കെ ഒരു പരിധിവരെയെങ്കിലും ഇല്ലാതാകുന്നു എന്ന് വേണം നിരീക്ഷിക്കാൻ. കടുത്ത രാഷ്ട്രീയ പോരാട്ടം. സ്വരാജ് സ്ഥാനാർത്ഥിയാകാൻ വൈമുഖ്യം കാണിച്ചത് തന്നെ ചില ഘടകങ്ങളൊക്കെ പരിഗണിച്ചാണ്. തൃപ്പൂണിത്തറയിൽ തോറ്റു, ഇനി വീണ്ടും ഒരു തോൽവി കൂടി തയ്യാറല്ല, അതുകൊണ്ട് വൈമുഖ്യം കാണിച്ചു എന്നൊക്കെയാണ്. പക്ഷെ ഒടുവിൽ പാർട്ടിയുടെ ഹിതം അല്ലെങ്കിൽ പാർട്ടിയുടെ നിയോഗം നിറവേറ്റി അദ്ദേഹം സ്ഥാനാർത്ഥിയാകുകയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ രാഷ്ട്രീയ യുദ്ധത്തിന്റെ ആ ഒരു പോർമുഖം തുറന്നു കഴിഞ്ഞു. ഇനിയിപ്പോ മറുവശത്ത് ആര്യാടൻ ഷൗക്കത്തിന് മോശം സ്ഥാനാർത്ഥിയല്ല, എല്ലാ അർത്ഥത്തിലും പാർട്ടിയുടെ മുഖമാണ്. ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ്. വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബമാണ്. കോൺഗ്രസ് പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന വലിയ രീതിയിൽ തന്നെ എന്താ പറയുക, ദേശീയ മുസ്ലിം എന്നുള്ള ദേശീയതയുടെ മുഖമുള്ള ഒരു മുസ്ലിമായിട്ടാണ് ആര്യാടൻ മുഹമ്മദിനെ എല്ലാ കാലത്തും അളക്കപ്പെട്ടിരുന്നത്. മാത്രമല്ല ഷൗക്കത്തും ആ പാത പിന്തുടരുന്ന ഒരാളാണ്. മാത്രമല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറത്ത് ഭൗതിക തലത്തിലും വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ്. പാടവെന്ന ഒരു വിലാപം പോലെയുള്ള സിനിമകൾ, ദൈവനാമത്തിൽ പോലുള്ള സിനിമകളൊക്കെ എടുത്ത് പാർട്ടിയുടെ കലാ സാംസ്കാരിക ജാഥകൾക്കൊക്കെ എപ്പോഴും നേതൃത്വം കൊടുക്കുന്ന ആ രീതിയിലൊരു വ്യക്തിത്വമുള്ള മനുഷ്യൻ കൂടിയാണ്. അപ്പൊ രണ്ട് കരുത്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരേക്കാൾ മുകളിലാണോ ആരേക്കാൾ താഴെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇരുവരും അവരവരുടെ മേഖലകളിൽ വളരെ തികഞ്ഞ എന്താ പറയാ സ്വയം അടയാളപ്പെടുത്തിയിട്ടുള്ള രണ്ടുപേരാണ്. അതുകൊണ്ട് ഒരാൾക്ക് മേലെ എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവകാശവാദം ആരെങ്കിലും ഉന്നയിച്ചാൽ പോലും അതിന് വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ വ്യക്തിത്വമുണ്ട്. രണ്ടുപേരും രണ്ട് രീതിയിൽ കേരള സമൂഹത്തിൽ സ്വയം അടയാളപ്പെടുത്തിയിട്ടുള്ളവരാണ്. രണ്ടുപേർക്കും പാർട്ടിയുടെ പരിപൂർണ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിൽ ആരാണ് വിജയിക്കുക എന്നുള്ളത് നിലമ്പൂരിലെ ജനങ്ങളുടെ ഒരു മനസാക്ഷിയുടെ വിധിയെഴുത്ത് തന്നെയാവും ഇവിടെ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് സ്വാഭാവികമായിട്ടും നല്ലതാണ്. അതായത് വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ നാന്ദിയായിട്ട് ഒരുപക്ഷെ കേരളം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭൂമികയായിട്ട് നിലമ്പൂർ മാറുമ്പോൾ
ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളം എങ്ങനെ ചിന്തിക്കുന്നു, കേരളം എങ്ങനെ വിധി എഴുതും എന്നതിന്റെ ഒരു സൂചന തന്നെയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് വിധി മാറും എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു മത്സരം നടക്കുന്നതിന് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. നല്ലൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കട്ടെ, മറ്റു ഘടകങ്ങളൊക്കെ അപ്രസക്തമായി മാറി നിൽക്കട്ടെ. കരുത്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ അവരവരുടെ രാഷ്ട്രീയം മാത്രം മുൻനിർത്തിക്കൊണ്ട് ആ രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവർ ജനങ്ങളുടെ ആശീർവാദ അനുഗ്രഹം തേടുമ്പോൾ അതിൽ ആരെ ജനം തള്ളും ആരെ ജനം കൊള്ളും എന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ വിധിയെഴുത്ത് തന്നെയായിട്ട് നിലമ്പൂർ മാറുകയാണ്. ഇവിടെ അൻവറിന്റെ ഒരു പ്രസക്തി ഇതോടുകൂടി കൂടുകയാണ്. അതായത് UDF കുറച്ചുകൂടി എന്താ പറയുക, സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല, പാർട്ടി ചിഹ്നത്തിൽ സ്വരാജ് സ്ഥാനാർത്ഥിയാവുന്നതോടുകൂടി അൻവർ ഘടകം അവിടെ കൂടുതൽ പ്രസക്തമാകുന്നു എന്നുള്ളത് UDFന് തലവേദന സൃഷ്ടിക്കുന്ന ഒരു ഘടകമാണ്. അതായത് അൻവറിന്റെ നിലപാടുകൾ കുറച്ചുകൂടി അവിടെ UDFനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാകുന്നു എന്നതൊരു വസ്തുതയാണ്. അൻവറിനോടൊപ്പമുള്ള വോട്ടുകൾ കൂടി UDFന് കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി മത്സരം കടുത്തതാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അൻവറിന്റെ നിലപാടുകൾ സംബന്ധിച്ചൊരു ചർച്ച ഉണ്ടാകാം. ഒരുപക്ഷെ ഇന്ന് രാവിലെ കിട്ടിയ സൂചനകൾ അനുസരിച്ച് അൻവർ നിലപാടുകൾ മയപ്പെടുത്തിയേക്കാം. ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അൻവറിന്റെ കൂടി, അതായത് പിണറായിസത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം എന്നുള്ള നിലയ്ക്ക് അൻവർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ ആ പിണറായിസത്തിന് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ അതിനെതിരായി നിൽക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളുടെയും അങ്ങനെ ചിന്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും വോട്ടുകൾ UDFനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അൻവർ മാറി നിന്നാൽ ഒരുപക്ഷെ UDFന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വരാജ് സ്ഥാനാർത്ഥിയാകുന്നതോടെ കുറച്ചുകൂടി മത്സരം കടുക്കും, കുറച്ചുകൂടി മത്സരത്തിന്റെ തീവ്രത വർദ്ധിക്കും. അതും കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നിലമ്പൂരിലെ ചിത്രം ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. നന്ദിയുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ.